പുകമഞ്ഞിൽ വലഞ്ഞ രാജ്യ തലസ്ഥാനം. കാഴ്ച പലയിടത്തും പൂജ്യത്തിലെത്തിയതിന് പിന്നാലെ വ്യോമ റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. അതേസമയം സർവീസുകൾ റദ്ദാക്കിയ എയർ ഇന്ത്യ ബദൽ സംവിധാനം ഒരുക്കുന്നില്ലെന്ന് പരാതി. പുകമഞ്ഞിൽ നിന്ന് പുറത്തു കടക്കാനാകാതെ വലയുകയാണ് രാജ്യ തലസ്ഥാനം. കാഴ്ച പലയിടത്തും പൂജ്യത്തിലെത്തിയതിന് പിന്നാലെ വ്യോമ റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പുകപരിശോധനാ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രം ഇന്ധനം എന്നതടക്കമുള്ള സർക്കാർ നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ശൈത്യം കടക്കുംതോറും ഡൽഹിയിലെ ജനജീവിതം ദുസ്സഹമാവുകയാണ്. 400 മുകളിൽ ഗുരുതരാവസ്ഥയിലാണ് മലിനീകരണ തോത്. പാലം, സഫ്ദർജംഗ് തുടങ്ങിയിടങ്ങളിൽ കാഴ്ചപരിധി 0 രേഖപ്പെടുത്തിയത്. ഇവിടങ്ങളിൽ ഗതാഗത കുരുക്കും രൂക്ഷമാണ്. ഡൽഹി വിമാനത്താവളത്തിൽ നിന്നുള്ള 100-ലധികം വിമാനങ്ങൾ വൈകുകയും പല സർവീസുകളും റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. 30ഓളം ട്രെയിനുകൾ മണിക്കൂറുകൾ വൈകിയാണ് ഓടുന്നത്. യമുന എക്സ്പ്രസ് വേ അടക്കമുള്ള ഹൈവേകളിൽ വാഹനങ്ങളുടെ വേഗത കുറച്ചു. വാഹനാപകടങ്ങൾ ഒഴിവാക്കാൻ പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കാൻ മലിനീകരണ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയുള്ള ഉത്തരവ് പ്രാബല്യത്തിൽ വന്നതിനു പിന്നാലെ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിൽ 50% വർക്ക് ഫ്രം ഹോം നിർബന്ധമാക്കി. 5ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസ് ഏർപ്പെടുത്തി. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയതിനാൽ തൊഴിലാളികൾക്ക് 10,000 രൂപ വീതം നൽകും. അതേസമയം ദില്ലിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള എയർ ഇന്ത്യയുടെ വിമാന സർവീസുകൾ റദ്ദാക്കി. എന്നാൽ എയർ ഇന്ത്യ ബദൽ സംവിധാനം ഒരുക്കുന്നില്ലെന്ന പരാതി ഉയരുകയാണ്. യാത്രക്കാർ സ്വന്തം ചെലവിൽ നാട്ടിലേക്ക് മടങ്ങണമെന്നാണ് എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. റീഫണ്ട് 7 ദിവസത്തിനകം നൽകുമെന്നും അറിയിച്ചു. വിദേശത്തുനിന്ന് ദില്ലി വഴി തിരുവനന്തപുരത്തേക്ക് ടിക്കറ്റ് എടുത്ത യാത്രക്കാരും പ്രതിസന്ധിയിലാണ്. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.